ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നൊരു റീസൈക്ലിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ 2 വർഷം മുമ്പത്തെ ഒരു ഓണത്തിൻ്റെ ഒരു ഗാർമെൻറ്റ് പുതിയ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതിനുശേഷമുള്ള സ്റ്റിച്ചിങ് നിങ്ങളുടെ ഓപ്ഷനിലാണ്. അത് നിങ്ങൾക്ക് മറ്റ് തരത്തിൽ യൂട്ടിലൈസ് ആവണമെങ്കിൽ ആക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ലോട്ടസിൻ്റെ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് വളരെ ട്രെൻഡിങ് ആയിട്ട് തന്നെ ഓണത്തിന് പോകുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ ആ ഒരു ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഡ്രസ്സ് വരുന്നത്. ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഷോപ്പിൽ ചെയ്തതാണ്. ഡിസൈനേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ പിറ്റപ്പ് ആൻഡ് കോളറിൽ ഹാൻഡ് വർക്കാണ് ഫുള്ള് നമ്മൾ ചെയ്തെടുത്തത്. ഒരു ബലൂൺ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അടിയിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ചിൽ ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ് ഒന്ന് ഞാൻ ചെറുതായിട്ട് മാറ്റുന്നുണ്ട്. ഈ പിറ്റപ്പ് ആൻഡ് കോളർ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിതിൽ ലോട്ടസിൻ്റെ താമരയുടെ ഡിസൈൻ വരയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ ഇപ്പോൾ കുർത്തി ആവട്ടെ അല്ലെങ്കിൽ കിഡ്സിൻ്റെ ഒരു സ്കേർട്ട് ആവട്ടെ അല്ലെങ്കിൽ ടോപ്പ് ആവട്ടെ ഏതിലാണെങ്കിലും ആ ഒരു താമര എങ്ങനെയാണ് നമ്മൾ വരച്ചെടുക്കണേ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണേ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നെക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് ഈ പിറ്റപ്പ് ആൻഡ് കോളർ നമ്മൾക്കൊന്ന് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്ലീവും റിമൂവ് ചെയ്തെടുക്കുകയാണ്. അടിയിലെ ഈ 1/2 ഇഞ്ചിൽ വെച്ചാണ് ഈ ഒരു പട്ടിയും നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കിൽ ഓൾറെഡി നമ്മൾ സിബ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൻ്റെ പോർഷൻ ഒന്നും ചെയ്യേണ്ട. ഫ്രണ്ടിൻ്റെ പോർഷനും നമ്മൾ സൈഡ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അത് ലൈനിങ്ങിൽ നിന്ന് നമ്മൾ വിടിയിപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഫ്രണ്ടിൻ്റെ പോർഷൻ്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചിലാണ് ഞാനത് മാർക്ക് ചെയ്തത്. അപ്പോൾ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ച് വരും. 1/2 ഇഞ്ച് സീം അലവൻസ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ 3.5 ഇഞ്ച് സ്ട്രെയിറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ബാക്കിലും ഇതുപോലെ തന്നെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് ഒന്ന് താഴ്ത്തോട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കളയണം. സിബിൻ്റെ ആ ഒരു പ്രസ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അതിനുശേഷം ഞാൻ സ്ലീവ് മേലത്തെ ആ പട്ടി ആ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു പട്ടി ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു 4 ഇഞ്ചിൽ ആ അടി പോർഷൻ സ്ട്രെയിറ്റ് വരുന്ന പോർഷൻ ഇതുപോലെ ഒരു 4 ഇഞ്ച് വിഡ്ത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു സ്ലീവ് തന്നെ ഒരു 9 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇഞ്ചിലാണ് നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചായിരിക്കും. അപ്പോൾ ബാക്കും ഫ്രണ്ടും കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 4 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ 1 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ 9 ഇഞ്ചിലാണ് നമ്മളുടെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷന് വേണ്ടിയിട്ട് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ബാലൻസ് വരുന്ന ഈ ഒരു സ്ലീവിൻ്റെ ഭാഗമാണ് നമ്മൾ സ്ലീവായിട്ട് യൂസ് ചെയ്യണത്, ഒരു ചെറിയൊരു ഫ്രിൽസ് ഇട്ടിട്ട്. ശേഷം ഇനി ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് 2 ലോട്ടസിൻ്റെ ഇമേജസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് അതുപോലെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളൊരു ഫോട്ടോ ലാബിൽ ചെന്ന് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് കിട്ടും. 10 രൂപ മറ്റോ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഒരു യെല്ലോ കളറ് ഞാനൊരു കാർബൺ പേപ്പർ മേടിച്ചിട്ടുണ്ട്. യെല്ലോ തന്നെ മേടിക്കണതായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്യണ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, റൗണ്ട് ഫ്രെയിം മീഡിയം വലിപ്പത്തിലുള്ളത് മേടിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബ്രഷും പെൻസിലും പിന്നെ നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഈ താമരയുടെ കളർ വരുന്ന ഒരു മജന്ത ഷെയ്ഡ് ഉണ്ട്, അത് 2 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അതുകൂടാതെ റെഡ്, ഗ്രീന്, ബ്ലാക്കും വൈറ്റും ആണ് മേടിച്ചത്. ബ്ലാക്കും വൈറ്റും മേടിക്കുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ഡാർക്ക് ഷെയ്ഡൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്ലവറിന് ഷെയ്ഡ് കൊടുക്കണ്ട, ലൈറ്റ് ഷെയ്ഡ് കൊടുക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് മേടിച്ചത്. അപ്പോൾ റെഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിങ്ക് കളറ് കിട്ടും കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മുടെ ലൈനിങ് റിമൂവ് ചെയ്ത് വെച്ചതിൻ്റെ അടിയിലായിട്ട് ആ ഒരു യെല്ലോ കാർബൺ പേപ്പർ ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചിട്ട് മുകളിൽ നമ്മൾ ഒരെണ്ണം പ്രിൻ്റ് ഔട്ട് എടുത്താണ് ലോട്ടസിൻ്റെ ആ ഒരു ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ട്രേസ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് A4 ഷീറ്റിൽ വരച്ചിട്ട് ഇതുപോലത്തെ നെറ്റിൽ നോക്കി വരച്ചിട്ട് ട്രേസ് ചെയ്താലും മതി. വരയ്ക്കാൻ അറിയാത്തവർക്ക്, ഇപ്പം അമ്മമാരൊക്കെയാണ്, അവർക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി കേട്ടോ. അത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ നെറ്റിൽ ക്രോമിലായാലും അടിച്ചു നോക്കി കഴിഞ്ഞാൽ ലോട്ടസ് ഡ്രോയിങ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ പിക്ചേഴ്സ് വരും. അത് ഡൗൺലോഡ് ചെയ്തിടുക. ഫോട്ടോ ലാബിൽ ചെന്നിട്ട്, ഇപ്പോൾ ആൽബം സെറ്റ് ചെയ്യുന്ന ലാബൊക്കെ ഉണ്ടാവുമല്ലോ അടുത്ത്, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാനാണെന്ന് പറഞ്ഞാൽ മതി. കളർ ഫോട്ടോ കോപ്പി ഉണ്ട് കേട്ടോ.
അതാണെങ്കിൽ കളർ വിത്ത് കളറോട് കൂടിയിട്ട് വരും. ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് കളർ ഫോട്ടോ കോപ്പി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്താലും കുഴപ്പമില്ല, കളറിൽ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ട്രേസ് ചെയ്തതിന് ശേഷം ഞാൻ റെഡും വൈറ്റും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ആ മിക്സ് ചെയ്തതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ചും കൂടി കൂടുതൽ വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഫസ്റ്റത്തെ ലെയർ കോട്ടിങ് ഞാനതൊന്ന് ആ ഫ്ലവേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് വെള്ളം കുറച്ചധികം യൂസ് ചെയ്തിട്ട് ഒന്നൊരു ചെറിയൊരു കോട്ടിങ് പോലെ ആദ്യത്തെ ഒരു കോട്ടിങ് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇച്ചിരി തിക്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ആ ഒരു കോട്ടിങ് കഴിഞ്ഞ ശേഷം ഞാൻ വൈറ്റ് ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അടിയിൽ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ അടിയിൽ ചെറിയൊരു ഷെയ്ഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ റെഡ് ഫാബ്രിക് പെയിൻറ്റിൽ ആ ഒരു ലൈൻസ്, ആ ഇതളിൻ്റെ എല്ലാ ലൈൻസിനും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെത്തേഡ് ഇതുപോലെ ചെയ്യാം. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിടുക. നമ്മളുടെ റെഡ് ഔട്ട്ലൈൻ കൊടുത്തിട്ടിട്ട് പിന്നീട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുവിധം ഫസ്റ്റത്തെ കോട്ടിങ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ മേടിച്ച് വെച്ചാൽ ആ ഒരു മജന്ത ഷെയ്ഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ സ്വയം വീട്ടിൽ ചെയ്യണതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെറിയ ചെറിയ ഷെയ്ഡിങ്ങുകൾ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിൽ, ആദ്യം മുകളിൽ ഡാർക്ക് തുടങ്ങിയിട്ട് താഴോട്ട് ലൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ഷെയ്ഡിങ് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് തന്നെയാണ് പഠിക്കുക. എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇതുപോലെ ചെയ്ത് തന്നെയാണ് പഠിക്കുക. അപ്പം ഫാബ്രിക് പെയിൻറ് അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. ശേഷം നമ്മൾ ലീഫാണ് പെയിൻറ് ചെയ്യണത്. അപ്പോൾ ലീഫിൽ ഞാൻ മേടിച്ചാൽ ആ ഗ്രീൻ കളറിൻ്റെ ഒപ്പം ചെറുതായിട്ട് ഞാനൊരു ബ്ലാക്ക് അതായത് നമ്മളുടെ ആ പോയിന്റ് ബ്രഷിൻ്റെ ഒരു നിമ്പിൻ്റെ അത്രയും എടുത്താൽ മതി. ഒരു പൊട്ട് എടുത്തിട്ട് ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നമ്മൾ മാർക്ക് ചെയ്താണ് ആ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ ലീഫിൻ്റെ, അവിടെയാണ് ഞാനിത് പെയിൻറ് ചെയ്ത് കൊടുത്തേണ്ടത്. അതിനുശേഷം കുറച്ചും കൂടി ബ്ലാക്ക് എടുത്തിട്ട് ആ ഗ്രീനിൽ ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഗ്രീനിൻ്റെ ഷെയ്ഡ് ഒന്നും കൂടി ഡാർക്ക് കടുത്തൊരു ഗ്രീനിൻ്റെ ഷെയ്ഡ് വരും. അത് നമ്മളുടെ ആ ലീഫിൻ്റെ ആ ഒരു വെയിനിലൊക്കെ ഒന്ന് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, കാരണം എന്നാലാണ് ആ ഒരു താമരയുടെ ഒരു ലീഫിൻ്റെ ഒരു ഷെയ്ഡിങ് വരുള്ളൂ. ശേഷം അതിൻ്റെ ചെറിയ ചെറിയ ഇലകളിലും ഇതുപോലെ തന്നെ ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ് ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ഔട്ട്ലൈനൊക്കെ ചെയ്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. തണ്ട് പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു തണ്ടിൻ്റെ ഒരു സൈഡിൽ ഡാർക്ക് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുക. ഇപ്പോൾ ഈ പൂവ് കഴിഞ്ഞിട്ടുള്ള പോർഷനൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഈ ഫ്ലവറിൽ യൂസ് ചെയ്തതിന് ആ ഒരു റെഡിൻ്റെ ഷെയ്ഡ് ചെറുതായിട്ട് നമ്മളുടെ ആ ഒരു തണ്ടുമ്മ വരുത്തണോണ്ട് കുഴപ്പമില്ല. അടി വരെ വരുത്തണ്ട, സ്റ്റാർട്ടിങ്ങിൻ്റെ ആ പോർഷനിൽ മാത്രം ഒരു ചെറിയൊരു റെഡ് ഷെയ്ഡ് വരുത്തി കഴിഞ്ഞാൽ അതും നല്ലൊരു പോയിന്റ് തന്നെയായിരിക്കും കേട്ടോ. ലീഫിൻ്റെ പിന്നെ അടിഭാഗവും മോൾഭാഗവും വരുന്ന രീതിയിലാണ് ഈ ഒരു പിക്ചർ വന്നേണത്. അപ്പോൾ അടിഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് കളറുള്ള ഒരു ഷെയ്ഡ് ചെയ്യണതായിരിക്കും ബെറ്റർ. അപ്പം മുകളിൽ നമ്മൾ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ് ചെയ്തത്. അപ്പോൾ ആ ലീഫ് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കൃത്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ട് ഷെയ്ഡിൽ തന്നെ നമ്മൾ ലീഫ് ഫിനിഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം എല്ലാം നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലീഫിൽ അവിടെ ഇവിടെയായിട്ട് നമ്മൾ ചെറിയ ആ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ നമ്മൾ ഫാബ്രിക് പെയിൻറ് മേടിച്ചാണ് ആ ഗ്രീൻ ഉണ്ടല്ലോ, ആ ഗ്രീനിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ കാണാൻ കുറച്ചും കൂടി ഒരു റിയൽ ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കുക.
ഇനി ഞാൻ ചെയ്യണത് നമ്മളുടെ ഷോൾഡറിന്റെ പോർഷനിൽ ഒരു 2 ഇഞ്ചിൽ വരുന്ന ഒരു പട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു സ്ലീവ് അറ്റാച്ച് ചെയ്യണത്. അപ്പൊ അവിടെ നമ്മൾ പെയിന്റ് ചെയ്യണം. അപ്പൊ അതിനുള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കല്ല ചെയ്തേണത്, ഞാൻ സ്വയം വരയ്ക്കാണ് ചെയ്തേണത്. അപ്പൊ 2 ഇഞ്ചിലുള്ള ഒരു പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾക്ക് 9 ഇഞ്ചാണ് ഞാൻ വേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ 9 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഫ്ലവേഴ്സ് ജസ്റ്റ് നമുക്കറിയാവുന്ന രീതിയിൽ ഫ്ലവേഴ്സും അതിൻ്റെ ഒരു ചെറിയൊരു കേവിൽ വരണ ഒരു ലീഫ് പോലത്തെ ഒരു തണ്ടും നമ്മൾ വരച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാണ് ആ പീസിൽ നമ്മളുടെ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇത് മുകളിൽ വെച്ച് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതും ഇതുപോലെ തന്നെ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുക. ഫ്ലവേഴ്സ് നമ്മൾ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മളുടെ മജന്ത ഷെയ്ഡിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക. വലിയ ഷെയ്ഡിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയ ഫ്ലവേഴ്സാണ് കൊടുത്തേണത്. അപ്പം നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക. അപ്പം എല്ലാ പോർഷനും ഡാർക്കായി പോയി കഴിഞ്ഞാൽ നമ്മളുടെ വൈറ്റ് ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഷെയ്ഡിങ് നമ്മൾ അങ്ങിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രീനിൻ്റെ ഷെയ്ഡ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ താമരയിൽ ചെയ്ത പോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഡാർക്ക് ഗ്രീനിൽ അവിടെ ഇവിടെയായിട്ട് നമ്മളൊരു ചെറിയൊരു ഷെയ്ഡിങ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി. പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുക്കുക. അതിന് അയൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് റോങ് സൈഡിൽ ഇട്ടിട്ട് അയൺ ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യണത്. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ എൻഡ് ഇതുപോലെ റൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ അമ്പർലയൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഒരു ലെയർ മടക്കി വെക്കുക, ആദ്യം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടാമത് മടക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ചുളുക്കൊന്നും ഇല്ലാതെ വരും. പിന്നെ ആ സ്ട്രെയിറ്റ് വരണ പോർഷനിൽ നല്ല രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നൂല് പിടിച്ചിട്ട് നമ്മൾ വലിച്ചിട്ട് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുമല്ലോ, അതാണ് ഞാനിവിടെ ചെയ്തേണത്. കാരണം പ്ലീറ്റായിട്ട് ചെറിയ പ്ലീറ്റായിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം അധികം മെറ്റീരിയൽ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇതുപോലെ ഒരു നൂലടി അടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു പ്ലീറ്റുകൾ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ 2 സ്ലീവും നമ്മൾ ചെയ്ത് വയ്ക്കാം. ശേഷം 2 സ്ലീവ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പെയിൻറ്റിങ് ചെയ്ത് വെച്ചാൽ ഷോൾഡറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിൽ പെയിൻറ്റിങ് ചെയ്യാത്ത ഭാഗത്ത് നമ്മളുടെ ഈ ഒരു ഫ്രിൽസിൻ്റെ ഭാഗം നമ്മൾ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രിൽസ് ഇട്ടതിൻ്റെ പൊട്ടവശത്ത് നമ്മളുടെ ഈ പെയിൻറ്റിങ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ നല്ല വശം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ചിലപ്പോൾ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു തിരിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃത്യത്തിൽ ഫിനിഷിങ് വരും. അപ്പോൾ നമ്മൾ ഈ ഫ്രിൽസ് ഇട്ട് വെച്ചതിൻ്റെ പൊട്ടവശത്ത് ഈ പെയിൻറ്റിങ് ചെയ്തതിൻ്റെ നല്ല വശം വെച്ചിട്ട് ആദ്യം അടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വീഡിയോ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയണത് മനസ്സിലായില്ലെങ്കിലും വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കേട്ടോ. ശേഷം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഒരു നെക്ക് വൈഡ് കാണാണ് ചെയ്യണത്. നമ്മളുടെ നെക്ക് വൈഡ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ 3.5 ഇഞ്ചാണ് വന്നത്. അപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് ഒരു വശത്തേക്ക് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മളുടെ ഈ അറ്റാച്ച് ചെയ്ത് വെച്ചാണ് സ്ലീവ് ഉണ്ടല്ലോ, അത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ നല്ല ഭാഗത്തിനോട് വെച്ചിട്ട് സ്ലീവ് താഴ്ത്തോട്ട് വരത്തക്ക രീതിയിലാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ താഴ്ത്തോട്ട് വെച്ചിട്ട് അടിക്കുക, മുകളിലോട്ട് വെച്ചിട്ടല്ല അടിക്കണത്. അത് 2 ഭാഗത്ത് നമ്മൾ ഈ സ്ലീവ് ഫ്രണ്ടിൽ 2 ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് പീസിലാണ് ക്യാൻവാസ് കട്ട് ചെയ്യണത്, ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. ഒരു സ്ട്രെയിറ്റ് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേന ആ സ്ലീവിൻ്റെ മുകളിൽ കൂടി നമ്മൾ ആ സ്ട്രെയിറ്റ് വെച്ചാണ് ക്യാൻവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഇതുപോലത്തെ ഒരു നെക്ക് ചെയ്യണത് നമ്മൾ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ബാക്കിലും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിലും ഇതുപോലെ തന്നെ സിബ് കഴിഞ്ഞിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്താണ് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ബാക്കിലും ഈ താഴ്ത്തോട്ട് വരത്തക്ക രീതിയിൽ തന്നെ 3.5 ഇഞ്ച് വിട്ടിൽ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്യാം.
അതിനുശേഷം നമ്മൾ ബാക്കിലെ ക്യാൻവാസും ഇത് സ്ട്രെയിറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടിയും ഒന്ന് നീട്ടി കുറച്ച് പോർഷൻ ക്യാൻവാസ് വിടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെം ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സിബ് കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ സ്ലീവ് ഇതുപോലെ നമ്മൾ റെഡിയായി കിട്ടും. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ആം ഹോളിൽ നമ്മൾ സ്ലീവ് റിമൂവ് ചെയ്തതിൻ്റെ ഭാഗത്ത് ഒരു സിമൻസ് ഉണ്ടാവും, അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് മടക്കിയടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആം ഹോൾ കൂടുതൽ കുഴിച്ച് വെട്ടിയവരൊന്നും ഇതുപോലെ മടക്കിയടിക്കേണ്ട, ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമ്മൾ സൈഡ് അടിക്കുകയാണ് ചെയ്യണത്. നമ്മുടെ അളവിൽ സൈഡ് താഴെ വരെ അടിക്കണം. അപ്പോൾ നമ്മളുടെ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. എളുപ്പത്തിൽ തന്നെ മുമ്പത്തെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പുതിയൊരു ലുക്കാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്